വിജയുടെ അഹങ്കാരത്തിന് അറുതി വരുത്താൻ അലീനയുമായി കടപ്പാട്ടൂർ വീട്ടിലെത്തി മനു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുംബൈയിലാണെങ്കിൽ നമ്മുടെ അലീനയ്ക്കാണെങ്കിൽ വയ്യ എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിനെ റെഡിയാക്കാനായിട്ട് അലീനയോട് പറയുകയാണ്. അല്ലെങ്കിൽ നിനക്കായിരിക്കും നിൻ്റെ പപ്പയെ നഷ്ടപ്പെടാനായിട്ട് പോവുക എന്നും നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ അലീനയാണെങ്കിൽ തൻ്റെ കഴിവിൻ്റെ പരമാവധി എന്തു ചെയ്യുന്നു? ബാലചന്ദ്രൻ പറഞ്ഞത് പ്രകാരം സ്റ്റാലിനെ മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്നും മുക്തനാക്കാനായി തുടരുകയാണ് എന്ന് കാണാൻ കഴിയും. നിൻ്റെ പപ്പയെ നിനക്കല്ലാതെ വേറെ ആർക്കും തിരുത്താനായിട്ട് കഴിയില്ല എന്നും നിനക്കതിനുള്ള ചങ്കുറപ്പുണ്ടെന്നും നീ വിചാരിച്ചാൽ നടക്കുമെന്നും ആര് പറയുന്നു? ബാലചന്ദ്രൻ പറയുന്നു. അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് നല്ല രീതിയിൽ ധൈര്യമൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ വല്യപ്പച്ചൻ പോകുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ പോയി കഴിയുമ്പോൾ അലീന വല്ലാതെ ഒറ്റപ്പെടുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. തുടർന്ന് ഒറ്റയ്ക്ക് പടപുരുതാനായിട്ട് അലീന തുടങ്ങുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട് പ്രേക്ഷകരെ. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിനെ പലതവണ പിന്തിരിപ്പിക്കാനായിട്ട് അലീന ശ്രമിക്കുന്നുണ്ട് മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്നും. സ്റ്റാലിനാണെങ്കിൽ തൻ്റെ കാര്യത്തിൽ അധികമായിട്ട് ആരും കൈകടത്തുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അലീനയെ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ഒടുവിലതാ സ്റ്റാലിന് തൻ്റെ മകളോടുള്ള സ്നേഹം പുറത്ത് കാണിക്കേണ്ടി വരികയാണ് എന്ന് കാണാം. അതായത് അലീനയ്ക്ക് നല്ല രീതിയിൽ തന്നെ വയ്യാതാകുന്നൊരു കാഴ്ച. ഈ സമയം തൻ്റെ പപ്പ കൂടെ നിൽക്കാൻ അലീന ആവശ്യപ്പെടുകയാണ്. അതായത് അലീനയാണെങ്കിൽ ആരോടൊന്നും പറയാതെ നിൽക്കുകയാണ്. ഇവിടെയാണെങ്കിൽ വല്യപ്പച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് വല്യപ്പച്ചൻ അലീനയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ വയ്യെങ്കിൽ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞേനെ. ഇവിടെ അലീനയോട് ഇപ്പോൾ സംസാരിക്കാനോ അലീനയെ തിരിഞ്ഞു നോക്കാനോ സ്റ്റാലിനോ പണിക്കാർക്കോ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അലീന തൻ്റെ അസുഖത്തെ മറച്ചു പിടിക്കുന്നു. അലീനയോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെട്ടുകൊണ്ട് സ്റ്റാലിൻ വരുന്ന സമയമാണ് അലീന വയ്യ എന്നുള്ള കാര്യം നമ്മുടെ സ്റ്റാലിൻ തിരിച്ചറിയുന്നത്. ഇതേ സമയം സ്റ്റാലിനാണെങ്കിൽ അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് മോളെ നീ ഇതിനെക്കുറിച്ച് പറയാതിരുന്നത്? നിനക്ക് എൻ്റെ മുറിയിൽ വന്ന് പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അലീന ആ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. പപ്പ ഏതു നേരവും മദ്യപിച്ചു കൊണ്ടിരിക്കുകയായിരിക്കില്ലേ? പിന്നെ ഞാൻ എന്ത് വന്ന് പറയാനാണ്? പപ്പ മുറിയിൽ അനാവശ്യമായി കയറരുതെന്നും പറഞ്ഞിട്ടില്ലേ? മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഞാൻ പപ്പയുടെ അടുത്തേക്ക് വരില്ല എന്ന് പപ്പയ്ക്ക് അറിയാവുന്നതല്ലേ? പപ്പ വല്യപ്പച്ചൻ പോയിട്ട് ഇത്രയും നേരമായി. എൻ്റെ അടുത്ത് വന്ന് പപ്പയൊന്ന് സംസാരിച്ചോ മര്യാദയ്ക്ക് എന്ന് അലീന ചോദിക്കുകയാണ്. പപ്പയ്ക്ക് സത്യം പറഞ്ഞാൽ എന്നെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യവും കൂടി അലീന ചോദിക്കുകയാണ്. അതോ പേരിന് എന്നെ ഒരു മകളായിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നു. അല്ല, ഞാനിവിടെ വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. എന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല, എനിക്ക് ആരും സംസാരിക്കാനില്ല. പപ്പയല്ലേ എനിക്കുള്ളൂ. എന്നിട്ട് എന്തുകൊണ്ടാണ് പപ്പ ഏതു നേരവും മദ്യവും കഴിച്ച് എന്നോട് സംസാരിക്കാതെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. എൻ്റെ മാനസികാവസ്ഥ പപ്പ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അലീന ചോദിക്കുന്നു. അലീനയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ സ്റ്റാലിന് ഉത്തരമില്ല എന്ന് കാണാനായിട്ട് കഴിയും. ഇതേ സമയം അലീന പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ വയ്യാതിരിക്കുകയാണ്. ഈ സമയമെങ്കിലും പപ്പ മദ്യം ഒഴിവാക്കി എൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാനായിട്ട് കഴിയുമോ എന്നൊരു ചോദ്യം നമ്മുടെ ചോദിക്കുന്നു? അലീന ചോദിക്കുമ്പോൾ സ്റ്റാലിനാണെങ്കിൽ തൻ്റെ മകളുടെ കൂടെ ഇരിക്കാനായിട്ട്
മദ്യത്തെ കുറച്ച് ഉപേക്ഷിക്കുകയാണ്, മാറ്റി നിർത്തുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അലീനയും നമ്മുടെ സ്റ്റാലിയും തമ്മിലുള്ള ചെറിയ ഒരു കെയറിങ്, അച്ഛൻ്റെ സ്നേഹം, അതായത് സ്റ്റാലിൻ അലീനയ്ക്ക് മകളെന്ന ഒരു സ്നേഹം കൊടുത്തു തുടങ്ങുകയാണ്. അച്ഛൻ്റെ സ്നേഹം അലീന ആദ്യമായി നല്ല രീതിയിൽ അനുഭവിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനിടയിലാണ് മനു അലീനയെ വിളിക്കുന്നത് എന്ന് കാണാം. മനു വിളിക്കുകയും ചെയ്യുമ്പോൾ അലീനയാണെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ, എങ്കിൽ ഞാൻ വരാം, നമുക്ക് ഇവിടെ വന്ന് സഹോദരങ്ങളെയൊക്കെ കണ്ട് അങ്കിളിനെയൊക്കെ കണ്ട് ഞാൻ തന്നെ നിന്നെ തിരികെ കൊണ്ടാക്കാം എന്ന് പറയുമ്പോൾ, ഞാൻ വരണോ, വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇപ്പോൾ വന്നേ മതിയാവുകയുള്ളൂ. കാരണം വേറൊന്നുമല്ല, ആൻറ്റിക്ക് ഇപ്പോൾ വീണ്ടും അഹങ്കാരം വെച്ചിട്ടുണ്ട്. ആ അഹങ്കാരത്തിന് കൃത്യമായ തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ ശരിയാകില്ല എന്ന് മനു പറയുന്നൊരു കാഴ്ചയായിട്ട് കഴിയും. അങ്ങനെ മനു ആണെങ്കിൽ സ്റ്റാലിൻ്റെ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് അലീനയുടെ വീട്ടിലേക്ക്, സ്റ്റാലിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നുണ്ട്. സ്റ്റാലിനുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ. തുടർന്ന് അലീനയെ കുറച്ച് നേരത്തേക്ക്, അതായത് 2 ദിവസത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നതാണെന്ന് പറയുന്ന സമയം സ്റ്റാലിൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന്. തുടർന്ന് അലീന ആഗ്രഹമുണ്ടെന്ന് പറയുന്ന വേളയിൽ തന്നെ പൊയ്ക്കോളാനായിട്ട് പറയുന്നു. 2 ദിവസം കഴിയുമ്പോൾ മടങ്ങി വരണമെന്നും പറയുന്നു. കാരണം അലീനയ്ക്ക് ആകെ വയ്യാതിരിക്കുകയാണ്. അലീന ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. അതേസമയം സഹോദരങ്ങളെ കാണാനുള്ള ഒരു ആഗ്രഹം അലീനയുടെ മനസ്സിലുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അലീന എന്ത് ചെയ്യുന്നത്, പോകണമെന്ന് പറയുമ്പോൾ സ്റ്റാലിൻ വിടുന്നത് എന്ന് കാണാൻ കഴിയും. അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ആദ്യം തന്നെ അലീന. അലീനയെ കണ്ട് നമ്മുടെ ബബിതയും കൃഷ്ണയും രോഹിത്തും ഓടി വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അലീന വീട്ടിലേക്ക് കയറാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ വൈജയന്തി തടസ്സമായി വരുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മോള് എൻ്റെ വീട്ടിൽ കയറണ്ടെന്ന് പറയാൻ നീ ആരടി എന്ന് ചോദിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം വൈജയന്തി അലീനയെ തടയുന്നില്ല. കൂടാതെ അലീന പറയുന്നുണ്ട്, മേഡം പേടിക്കേണ്ട, ഞാൻ 2 ദിവസത്തേക്ക് വന്നതാ, അത് കഴിയുമ്പോൾ പോകുമെന്ന് പറയുന്നതും കാണാൻ സാധിക്കൂട്ടോ. മനു പറയുന്നുണ്ട്, അലീന വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ ആൻറ്റി എന്ന് പറയുന്നതും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്